തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയക്കിടെ ലോഹഭാഗം എല്ലിൽ തുളച്ചുകയറിയെന്നാണ് ആക്ഷേപം. മലയൻകീഴ് സ്വദേശി ജിജിൻ ജോസിന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, ഗുഡ് ഈവനിംഗ്. വീണ്ടും മറ്റൊരു ചികിത്സാ പിഴവ് കൂടി ഈ ജിജിൻ ജോസിന്റെ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? അശ്വതി, 24-കാരൻ തിരുവനന്തപുരം സ്വദേശിയാണ്. മലയൻകീഴ് സ്വദേശിയാണ് ജിജിൻ. ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 സെപ്റ്റംബറിലാണ് ഇടുപ്പ് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാളയത്തെ ജൂബിലി ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തുടർന്ന് പരിശോധന നടത്തി. ഓർത്തോ വിഭാഗം ഡോക്ടറെയാണ് കാണിച്ചത്. പരിശോധന നടത്തി ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ പറയുന്നു. തുടർന്ന് ഒക്ടോബർ 3-ാം തീയതിയാണ് ആദ്യ ശസ്ത്രക്രിയ നടക്കുന്നത്. ഒക്ടോബർ 3-ാം തീയതി നടന്ന ആദ്യ ശസ്ത്രക്രിയ വലത് ഇടുപ്പിനായിരുന്നു. രക്തയൂട്ടം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ശസ്ത്രക്രിയ നടന്നത്. തുടർന്ന് 1 മാസ കാലാവധിക്ക് ശേഷം നവംബർ മാസം ഇടത് ഇടുപ്പല്ലിലും ശസ്ത്രക്രിയ നടന്നു. എന്നാൽ ഈ ഇടത് ഇടുപ്പല്ലിൽ നടന്ന ശസ്ത്രക്രിയയിലാണ് പിഴ ഉണ്ടായതെന്നാണ് ജിജിൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ലോഹം, ആ ലോഹത്തിൻ്റെ ഒരു ഭാഗം ഇടുപ്പ് എല്ലിലേക്ക് തുളച്ചു കയറിയെന്നും ഇതിൽ അതിയായ ഡോക്ടർ ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് അശ്രദ്ധ മൂലമാണെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. തനിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ല. ഡോക്ടറുടെ ഈ ഒരു ശസ്ത്രക്രിയയെക്കുറിച്ച് ഡോക്ടർ കൂടുതൽ ഗൗരവത്തോടുകൂടി കണ്ടില്ല. അലക്ഷ്യമായി ശസ്ത്രക്രിയ നടത്തി. അതുമൂലമാണ് തനിക്കിപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെന്നാണ് 24-കാരനായ ജിജിൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കണ്ടോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജിജിന്റെ തീരുമാനം. അതേസമയം ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു ശസ്ത്രക്രിയയുടെ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ലോഹം കുടുങ്ങിയ കാര്യം ജിജിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. തുടർ ചികിത്സ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറാണെന്നും കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജിജിന്റെ തീരുമാനം. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകളുടെ വാർത്ത തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, ഒപ്പം തന്നെ ആശുപത്രികളുടെ പ്രവർത്തനം, ചികിത്സാ പിഴവിലൊക്കെ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് ആരോഗ്യ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉടൻ ഉണ്ടാകുമോ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അശ്വതി. ശരി വീണ, കാര്യങ്ങൾ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് വീണ്ടും ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയക്കിടെ ലോഹഭാഗം ഈ 24-കാരൻ്റെ എല്ലിൽ തുളച്ചു കയറിയെന്നാണ് ആക്ഷേപം. എന്തായാലും മലയൻകീഴ് സ്വദേശി ജിജിൻ ജോസ് ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ആരോഗ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. വീണയാണ് വിവരങ്ങൾ നൽകിയത്.